ഈ വാഴ വെച്ചിട്ട് ഇതിന് ക്ഷീണം വരുന്നെന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങൾ ഈ വേരിന് ശക്തിയുള്ള ഈ ലിക്വിഡ് വളം ആവശ്യപ്പെട്ട് ഞങ്ങൾ പിന്നെ ബുക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് നിങ്ങൾ കൊറിയറിലൂടെ ഞങ്ങൾക്ക് അയച്ചു തരുന്നത്. എൻ്റെ പേര് ബാലൻ PV, ഉദയഗിരി എന്ന സ്ഥലത്താണ്. ഞാൻ മുമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഈ ഉദയഗിരി ഡിവിഷൻ്റെ മെമ്പറായിരുന്നു. തളിപ്രമ്പ ബ്ലോക്ക് പഞ്ചായത്തിൽ 2005 മുതൽ 10 വരെ. കാർഷിക മേഖലയായിട്ട് എനിക്ക് നല്ല ബന്ധമാണുള്ളത്. എൻ്റെ ഉപജീവന മാർഗം തന്നെ കൃഷിയാണ്. വിവിധ തരം കൃഷികൾ എനിക്കുണ്ട്. കൊക്കോയുണ്ട്, അതുപോലെ ജാതിയുണ്ട്, റബ്ബർ. ഈ മലയോര മേഖലത്തെ കൃഷിയാണ്. അപ്പോൾ കൃഷിക്ക് അനുബന്ധമായി അതിനെ അഭിവൃദ്ധിപ്പെടുത്താൻ പുതിയ വളങ്ങളും പുതിയ സാങ്കേതിക വിദ്യയും അനിവാര്യമായി വന്ന സന്ദർഭത്തിൽ ഞങ്ങളും അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഞാൻ റബ്ബർ മുറിച്ച ഒരു 25 സെൻറ്റ് സ്ഥലത്തെ വാഴ വെക്കാൻ ആലോചിച്ചു. വാഴ വെച്ചു. വാഴ ഉദ്ദേശ പോലെ കയറി വന്നില്ല. ഇതിൻ്റെ റൂട്ട് കെയർ വളത്തിൻ്റെ പേര് അഭിമാനാണ്. ഏതായാലും 3 ഇല വരുന്ന സന്ദർഭത്തിലാണ് ഞങ്ങൾ 100 ലിറ്റർ വെള്ളത്തിൽ കൂട്ടി 1 ലിറ്റർ വെച്ച് ഒഴിച്ചു. അപ്പോൾ പെട്ടെന്ന് വാഴയ്ക്ക് ഗുണകരമായി കണ്ടു. വീണ്ടും 1 മാസത്തിന് ശേഷം ഒരിക്കലൂടെ പ്രയോഗിച്ചു. 2 പ്രാവശ്യമാണ് ഈ തോട്ടത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത്. ശരാശരി വാഴ വളരുകയും ശരാശരി കുലയുണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുലച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 5 മാസമേ ആയിട്ടുള്ളൂ ഈ വാഴ. ഏതായാലും ഇത്തരം വളം ഫലപ്രദമാണെന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ അനുഭവത്തിൽ കണ്ടിരിക്കുന്നത്. മണ്ണിന് വലിയ ദോഷമില്ലാതെ മാത്രമല്ല ഇത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ ഇത്തരം ലിക്വിഡ് വളങ്ങൾക്ക് പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. ഏതായാലും പ്രയോഗിച്ചു, ഗുണം കണ്ടിരിക്കുന്നു. അതുകൊണ്ട് APKS ഓർഗാനിക് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് തമിഴ്നാട്ടിലുള്ള കമ്പനിയുടെ ഈ വളം വിശ്വസനീയമാണെന്നാണ് എനിക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. ഏവർക്കും ഇത് പരീക്ഷിക്കാവുന്നതാണ്. മറ്റൊരു വളം കൂടി ഇവർ ഇവിടെ എത്തിയിട്ട് ഞങ്ങളത് പരീക്ഷിക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പച്ചക്കറി വിളകൾക്കും അതുപോലെ എല്ലാ തരം വിളകൾക്കും കൂടുതൽ പുഷ്ടിയും ദൃഢതയും കൂടുതൽ കായും പൂവും ഉണ്ടാകാൻ വേണ്ടിയുള്ളതാണ്. എന്നാൽ ഈ വളം ഞങ്ങളിപ്പോൾ പരീക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും കൊക്കോയ്ക്കടക്കം പ്രയോഗിക്കുകയും അത് മെച്ചപ്പെട്ട് വരികയാണെങ്കിൽ മറ്റൊരു വീഡിയോയിലൂടെ ഞങ്ങൾ രംഗത്ത് വരുന്നതാണ്. ഓർബിസ് എന്ന് പറയുന്നത് കായ്ക്ക് വേണ്ടി മാത്രമാണ്, ഫലത്തിന് മാത്രമുള്ളതാണ്. പൂവും കായ്ക്കും വേണ്ടിയാണ്. ഇവ രണ്ടും തിരിച്ചറിയണം. അഭിമാനം എന്ന് പറയുന്നത് വേര്, റൂട്ട് കെയറാണ്. അതാണ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. ഏതായാലും ചെടിക്ക് ആദ്യമേ നൽകേണ്ടത് അതിൻ്റെ വേര് പടലങ്ങൾക്ക് ശക്തി ഉണ്ടാക്കുക എന്നുള്ളതാണ്. റൂട്ട് കെയർ ഉപയോഗിച്ചതിന് ശേഷം മാത്രമാണ് ഈ കായ് ഫലങ്ങൾക്ക് ആവശ്യമായ വളം ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് നമുക്ക് വരും നാളുകളിൽ കാർഷിക മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടാകട്ടെ എന്ന് ഞാൻ ഇതിനെ ആശംസിക്കുകയാണ്. രാജാഫോസും പൊട്ടാഷും യൂറിയയും മാത്രം കൊടുത്തത്. യൂറിയ അന്നേരം മഴ ഇല്ലാത്ത സമയത്താണ് കൊടുത്തത് കേട്ടോ. മഴ ഉള്ള സമയത്താണ് യൂറിയ അത്ര ഫലപ്രദമല്ല, മണ്ണ് പുളിക്കാൻ സാധ്യതയുണ്ട്. ഇനി അഥവാ അങ്ങനെ ഇടുകയാണെങ്കിൽ കുമ്മായം എന്തെങ്കിലും നേരത്തെ ഇട്ട് ഡോളോമീറ്റർ നേരത്തെ ഇട്ട് മണ്ണൊന്ന് തയ്യാറാക്കണം. ഇതിനാലും മണ്ണ് പുളിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഈ വേരെടുത്ത് വരുന്നത്. കാരണം അതിന് കാലാവസ്ഥ അനുകൂലമായിരുന്നു. വേരെടുത്ത് വരുന്നത് കാലാവസ്ഥ അനുകൂലമായിരുന്നു. മണ്ണ് പുളിക്കേണ്ട അന്തരീക്ഷമല്ല. ഓവർ മഴയുള്ളപ്പോഴാണ് മണ്ണ് പുളിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ലേശം കുമ്മായത്തിന് നേരത്തെ ഇടണം. 15 ദിവസം മുമ്പെങ്കിലും ഇട്ടിരിക്കും. ഇതാണിപ്പോൾ പുതിയ വേര് വന്നുകൊണ്ടിരിക്കുന്നത്. അതാ വളം ചെയ്തതിൻ്റെ. ഈ വാഴ വെച്ചിട്ട് ഇതിന് ക്ഷീണം വരുന്നെന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങൾ ഈ വേരിന് ശക്തിയുള്ള ഈ ലിക്വിഡ് വളം ആവശ്യപ്പെട്ട് ഞങ്ങൾ ബുക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് നിങ്ങൾ കൊറിയറിലൂടെ ഞങ്ങൾക്ക് അയച്ചു തരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് വാഴ ശക്തി പ്രാപിച്ചു, വളർന്നു വന്നു, ശരാശരി കിട്ടി.